അങ്ങനെ ബഹളങ്ങളും കലഹങ്ങളും പരാജയങ്ങളൊക്കെ അവസാനിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് നൗ? അതെ, ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലായിട്ടുള്ള AD4 ടോക്സ് തുടക്ക ഭാഗമായതുകൊണ്ട് തന്നെ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇങ്ങനെ ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഏറ്റവും മികച്ച പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സാഹചര്യം? ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 15 മത്സരങ്ങൾ കളിച്ചതിൽ 8 വിജയങ്ങളും 2 സമനിലയും 5 തോൽവികളുമാണ്. ഈ ഒരു 5 തോൽവികളെന്ന് പറയുന്നത് തുടർച്ചയായി 3 തോൽവികളാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 26 പോയിന്റുകൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് 4ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. മുംബൈ സിറ്റി ആവട്ടെ 13 മത്സരത്തിൽ നിന്നും 25 പോയിന്റ് സ്വന്തമാക്കിയിട്ട് 5ാം സ്ഥാനത്തുണ്ട്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ മുംബൈ സിറ്റി FC വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുകളിലോട്ട് മുംബൈ എത്താൻ സാധ്യതയുമുണ്ട്. സോ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ആദ്യഘട്ടങ്ങളിലെ മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രകടനങ്ങൾ പുറത്തെടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ മോശമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ടോപ്പ് 5-ൽ നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. അവസാന മത്സരങ്ങളിൽ തുടർച്ചയായ 3 തോൽവികൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരുന്നു. പഞ്ചാബ് FCക്കെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം ഇവാൻ വുക്കുമുനോവിച്ച് തന്നെ പറയുകയും ചെയ്തു, ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മോശം സീസണായിട്ടാണ്, മോശം സാഹചര്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ഇവാൻ വുക്കുമുനോവിച്ച് തന്നെ പറയുകയും ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മോശം സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താരങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഇഞ്ചുറി തന്നെയാണ്. ഈ ഒരു മോശം സാഹചര്യത്തെയും ഇഞ്ചുറിയെല്ലാം ബ്ലാസ്റ്റേഴ്സ് തരണം ചെയ്തുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങളെ അല്പം സീരിയസ്ലി എടുത്തുകൊണ്ട് തന്നെ കളിക്കേണ്ടതുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ മിനിമം ഒരു ഡ്രോ എങ്കിലും പിടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ടോപ്പ് 4-ൽ തല ഉയർത്തി തന്നെ നിൽക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. ഇതോടുകൂടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ KBFC ഫുട്ബോൾ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ AD4 ടോക്സ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.